ഒരു മനുഷ്യന്, ആ മനുഷ്യനെ ഒത്തിരി ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നത് ഒരു മാനസിക പ്രശ്നമാണോ പ്രശ്നം കൊണ്ടുകൊണ്ടോ ഏതാണ്ട് 16 വർഷത്തോളം നടത്തിയിട്ട് ഇയാൾ ശരിയായിട്ടില്ല. അതിങ്ങനെ ഭയങ്കര പൈശാചികം, ഭയങ്കര വയലൻ്റാണ്. ഒത്തിരി പേര് അവിടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കാണുമ്പം എന്നെ കൊടുത്തുമ്പോൾ ഇളകി മറിഞ്ഞ് അവിടെയുള്ള ഹാസേരെല്ലാം കൊണ്ട് വെച്ചു. അപ്പോൾ എന്നോട് ഞാൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ ഒരു 20 അടി 30 അടി അകലെ വെച്ച് എന്നെ അലറിക്കൊണ്ട് ചീത്തയെ പൊളിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവരോട് ചോദിച്ചാൽ അച്ഛാ ഇത് 16 വർഷത്തോളമായി, ഒരു രക്ഷയിൽ ഇവരിങ്ങനെ എല്ലായിടത്തും ചെല്ലുന്നിടത്തുള്ളത് കൊണ്ടുവരും, എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണ്ട. ഞാനും പറഞ്ഞു ഡോണ്ട് പ്രേ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നില്ല, അവരോട് കൊണ്ടുപോയിക്കോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിഷമം ഉണ്ടാകാതെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം അതിനുശേഷം എൻ്റെ കൂടെയുള്ള അച്ഛാ എന്താ അച്ഛൻ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു അതിന് ഒത്തിരി പേര് ഇതിൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ച് ശരിയാകത്തില്ല. എനിക്ക് എൻ്റെ പോലെ ആളിനെ കിട്ടിയാൽ മാത്രം പറ്റുള്ളൂ. പരിശുദ്ധമാരും ഞാനും പറയുന്നു വിദേശത്തുള്ള ആളിവിടെ നാട്ടിൽ കൊണ്ടുവരണം, നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്നലെ കുറേ കാര്യം പറഞ്ഞു. അതുപോലെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല എൻ്റെ അടുത്ത് കൊണ്ടുവരേ വേണ്ട, നോ. കാരണം വിസ്ഡം നമുക്ക് വചനം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദൈവജ്ഞാനം തരും, ഏത് വഴി ചെല്ലണം, അതെങ്ങനെ ചുമ്മാ ചെയ്യുന്നത് പ്രാർത്ഥിക്കേണ്ടതല്ലത്. അത് തൊട്ടില്ല. ഞാൻ നാട്ടിൽ വന്നു, പിന്നെ ഇവർ ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഒരു സഹനം, ഭയങ്കര സഹനമുണ്ട്. ദേവർ സഫേർഡ് എ ലോട്ട് ബിയോണ്ട് ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമ്പോൾ സഹനത്തിലാണ്. അവസാനം ഇവർ നാട്ടിക്കൊണ്ടു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈശോ എന്നോട് പറഞ്ഞു, ഞാനത് അവരോട് പറഞ്ഞു, അവരതുപോലെ ചെയ്ത് അവസാനം ഇവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ എനിക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ അടുത്ത് കൊണ്ടുവന്ന കൊച്ചിനെ പ്രസലോഷൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത്രയും പേര് പ്രാർത്ഥിച്ചുകൊണ്ട് വെച്ചാൽ സമയം എടുക്കും. ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു മിനിമം 6 to 1 year, 6 മാസം തൊട്ട് 1 വർഷം വരെ, അല്ലെങ്കിൽ 1.5 വർഷങ്ങളൊക്കെ ചെയ്ത സംഭവം. പക്ഷെ എനിക്ക് അത്ര ഒന്നും എടുക്കുന്നു വന്നില്ല. അതിനൊപ്പം തന്നെ ഇപ്പം പറഞ്ഞ ഒരു 90% കർത്താവ് ആ ആളെ സൗഖ്യപ്പെടുത്തി, പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തിയല്ലോ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ അടുത്ത കസേര വന്നിരുന്ന് കൂളായിട്ടുള്ള സംസാരിച്ച് ഓക്കെ, ഒരു കുഴപ്പമില്ല. ജ്ഞാനം, വിസ്ഡം എന്നുള്ളത് ദൈവഭയത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നുവെച്ചാലുണ്ട് മദ്യപാനവും പ്രാർത്ഥനയും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അതിനിടയ്ക്ക് ബ്ലൂ ഫിലിമും, അതിനിടയ്ക്ക് പൈസ പിരിവും, ഇതെല്ലാം, അതിന് വചനപ്രഘോഷണവും, അതിൻ്റെ കൈ പ്രാർത്ഥനയും കുറച്ച് അടയാളവും, ഇതും പൈശാചികത്തിൽ കൊടുത്തിട്ട് വരും. അത് മാറണത്. ഇത് കർത്താവിൻ്റെ വചനത്തെ അപ്പസ്തോലന്മാരെങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ നമുക്ക് കടമയുണ്ട്. തെറ്റുപറ്റിയാൽ നമ്മൾ തിരുത്തി ദൈവത്തിലോട് കംപ്ലീറ്റ് തിരിച്ചു വരണം. ഒരു വഴി വിട്ട് പോകാൻ പാടില്ല, അത്ര ക്ലാരിറ്റിയോടെ പോകണം. അങ്ങനെ വചനം ഭക്ഷിക്കണം. അപ്പം കാണുന്ന അടയാളം അവിടെ അത് ഭീഷണി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ അടുത്തൊരു കൺവെൻഷൻ, ഇത് ഒരു ചെറിയ ഗ്രൂപ്പിൽ ഒരു 10,000-2,000 പേരുള്ള ഗ്രൂപ്പിൽ ഒരു ഹോളിൽ പോയി ക്ലാസ് എടുക്കും. അപ്പം അതിന് തൊട്ട് മുമ്പ് ഒരാൾ അവിടെ നിന്ന് വചനം കൊടുക്കുന്നു. അപ്പോൾ ആള് ഞാൻ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഞാൻ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഈ പുള്ളി ബഹിഷ്കരണ പ്രാർത്ഥന നടത്തി. പരിശുദ്ധമാർ പറഞ്ഞു അത് ഈവിൾ സ്പിരിറ്റാണ്, ആളെ മാറ്റിയിട്ടിട്ട് മാർത്തിച്ചാൽ മതി. ഞാൻ അവരോട് പറഞ്ഞു ദേവിയത് ആളോടൊന്ന് മാറി വയ്ക്കാൻ പറയാം. ഇപ്പോൾ എനിക്ക് ആളിനെ അറിയാം, കംപ്ലീറ്റ് തീർന്നു, എല്ലാം സുവിശേഷം തീർന്നു, അഭിഷേകം തീർന്നു, എല്ലാം. കാരണം ഈവിൾ സ്പിരിറ്റ്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ ഇപ്പോൾ ഒറ്റ വാക്കുള്ളൂ, ഈ തലയിൽ കൈവെക്കുക എന്നുള്ള സംഭവം എല്ലായിടത്തും പോയി തല കൊടുത്തേക്കരുത്. അത് പരിശുദ്ധാത്മാവിൽ, കൃപയിൽ, വിശുദ്ധിയിൽ. ചിലരുണ്ട് നല്ല വിശുദ്ധരായ ആത്മാരുണ്ട്, എനിക്കറിയാം. വിശുദ്ധി എന്ന് വെച്ചാൽ അവർ കള്ളത്തരയില്ല, അവർക്ക് ഒരു ഈശോ മാത്രമുള്ളൂ, ഈശോയെ മാത്രം സ്നേഹിക്കുന്നു, വേറെ ഒരു കലാപരിപാടി അവർക്കൊന്നും പേരും വേണ്ട, പെരുമയും വേണ്ട, പ്രശസ്തിയും വേണ്ട, ദൈവരാജ്യ ആത്മരക്ഷമാണ്. അങ്ങനെ ചില മക്കൾ സഭയോട് അവർ നല്ല അനുസരണത്തിൽ, മെത്രാന്മാരോട് അല്ലെങ്കിൽ വൈദികരുടെ നേതൃത്വത്തിൽ നല്ല അനുസരണത്തിൽ, അവിടെയൊക്കെ ആത്മാവ് നല്ല ക്ലാരിറ്റിയാണ്. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അറിയാം പരിശുദ്ധാത്മാവ് അവരുടെ ജ്വലിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും പരിശുദ്ധാത്മാവിലേക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചില വിശുദ്ധരായ വൈദികരുണ്ട്, ഭയങ്കര ഗ്രേസ്, അവർ കർത്താവിനോടുള്ള വിശ്വസ്തത എന്ന് വെച്ചാൽ അതിനകത്ത് മരിക്കാൻ വേണ്ടി തയ്യാറാണ്. പ്രസലോഷം പലർക്ക് കൃപ ഭയങ്കരമായിട്ട് ചാനൽ ഇങ്ങനെ ഒഴുകുന്ന കാണാം, പെട്ടെന്ന് ഡെലിവറീസ് കർത്താവ് കൊടുക്കുന്നത് കാണാൻ പറ്റും. അവരെ കള്ളത്തരമൊന്നും കാണിക്കില്ല നമ്മളിതിനു വേണ്ടി. അപ്പോൾ ഇത് സുവിശേഷം. പൗലോസേ പറഞ്ഞു ആരുടെയും സ്വർണ്ണമോ വെള്ളിയോ മോഹിച്ചിട്ടില്ല, എൻ്റെ കൂടെയുള്ളവരുടെയും കാര്യങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ടാണ് ഞാൻ അധ്വാനിച്ചത്. പ്രസലോഷം സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകളെ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസിനെ ശുശ്രൂഷിക്കുന്നത്. കാരണം അതാണ് ഇത് ഗ്രേസ് കിട്ടാത്തത്. ഇത് വെള്ളം ചേർക്കാൻ പാടില്ല. അതായത് 2:2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്.
പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊക്കെ ഒന്നാന്തരമായ ചേർത്ത് സുന്ദരമായിട്ട് കച്ചവടം നടത്തുന്നവരുണ്ടെന്ന് പൗലോസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളവരെ പോലല്ല, പൗലോസിലെ പറഞ്ഞു. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവ മഹത്വത്തിനായി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി മാനസാന്തരത്തെ രക്ഷപ്പെടുത്തി ശുശ്രൂഷ. അപ്പോൾ അവിടെയാണ് ശരിക്കട്ടില്ല. അതുകൊണ്ട് കെട്ടഴിഞ്ഞ് അതുകൊണ്ട് പലയിടങ്ങളിൽ പോകുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും നമുക്ക് ബന്ധനം അഴിച്ചു മാറ്റാൻ പറ്റില്ല. പ്രസലോഷ് സഭയ്ക്ക് വിരുദ്ധമായ ഗ്രൂപ്പുകളിലൊക്കെ പോകുന്നവർ ഒരിക്കലും പറ്റില്ല. അവർ തകർന്നു പോകും. കുറച്ച് നാൾ കൂടുമ്പം ചിലപ്പം വലിയ അപകടങ്ങളൊക്കെ വരും. വലിയ അപകടം, ചിലപ്പം ചില പ്രത്യേക അപകടങ്ങളൊന്നും പറയാൻ പോലും കൊള്ളില്ലാത്ത സംഭവങ്ങളുണ്ട്. പ്രസലോഷ് ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ചിലപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് ശരിക്കും ഒരു ആത്മീയ ശുശ്രൂഷ മേഖല നല്ല കൃപയിൽ നിൽക്കും. ഭയങ്കര പീഡനമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം വരും, ഭയങ്കര പീഡനം, 4 വർഷം. പക്ഷേ എന്ത് പീഡനം വന്നാലും ഞങ്ങൾക്കൊരു ഭയങ്കര സംരക്ഷണം കർത്താവ് ഞങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. പ്രസലോഷ് രാത്രിയും പകലും ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അതൊരു നിങ്ങൾക്ക് അത് ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയും, എനിക്ക് കിട്ടിയ അത്രയും സംരക്ഷണം ഭൂമിയിൽ ആർക്കും ദൈവം കൊടുത്തിട്ടില്ലെന്ന് ഞാൻ പറയും. പ്രസലോഷ് അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് കേൾക്കുന്നതിനെ ഞാൻ കണ്ടിട്ടു. അതുപോലെ പ്രൊട്ടക്ഷൻ തരും എല്ലായിടത്തും. സഹനം വരും. തീക്കതുരെ പോകുന്നു, പക്ഷേ തീ തൊടില്ല. പ്രസലോഷ് തീ തൊടില്ല. തീ തൊടത്തിൽ തീ കണ്ട് പേടിച്ചു പോകും. പക്ഷേ തീക്കത്ര പോകുമ്പം തീ അടുത്തോടത്തിൽ നിന്ന് തീ മാറിപ്പോയിക്കൊണ്ടിരിക്കും. പ്രസലോഷ് അത് ദൈവത്തിൻ്റെ ആത്മാവിന് പറഞ്ഞു ഇഷ്ടംപോലെ അനുഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അച്ഛൻ പറഞ്ഞു വരും മറ്റൊന്നുമില്ല, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് ജ്ഞാനമുണ്ട്. ജ്ഞാനമുള്ളതുകൊണ്ട് അമ്മ സംസാരിക്കില്ല. യേശുപിതാവിന് ജ്ഞാനമുണ്ട്, വിസ്ഡം ഉള്ള ആളാണ്, ദൈവത്തൊട്ടാളോ ഒക്കെ ജ്ഞാനമുണ്ട്. അപ്പോൾ എവിടെ പോകണം, എന്ത് പോകണം ഒന്നും, അല്ലെങ്കിൽ നേരെ അവിടെ തന്നെ കഴിയല്ലേ. എടുത്തുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈശോയെ എടുത്തുകൊണ്ട് ഈജിപ്തിലോട്ട് പോകാൻ പറഞ്ഞവരെ 2 പേരും എടുത്തുകൊണ്ട് പോകുന്ന കണ്ടില്ലേ. കാരണം ജ്ഞാനമുണ്ട്. അവർ എന്ത് തീരുമാനം മാറും. നമ്മുടെയൊക്കെ ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ പറയും. പൈശാചിത്യത്തിലുള്ള ഹെറോദേസിൻ്റെ ആ അധികാര സീമ, അവൻ്റെ അധികാര പരിധിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയും. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ സ്ഥലം വിട്ടു പോകാൻ പറയും. പൊക്കോണോന്ന്, പക്ഷെ പോകണമെങ്കിൽ ജ്ഞാനം വേണം. അല്ലെ ഇപ്പോൾ അവിടെ നമ്മുടെ കിടക്കും മൊത്തം തീർന്നു കഴിഞ്ഞിട്ട് അവസാനം പോകാൻ മേലാത്ത അവസ്ഥയിലെത്തും. പ്രശ്നം ഒരിക്കൽ പോയാൽ മതിയാകും ചെയ്തു, പക്ഷെ അവൻ പോകാൻ പറ്റത്തില്ല. കാരണം ജ്ഞാനമില്ല. കാരണം ജ്ഞാനം ദൈവഭയമില്ല. ഈ 1-ാം പ്രമാണം 10 കൽപ്പനകൾ വിശ്വസ്തയോടെ പാലിച്ചിട്ടില്ല. വിശ്വസ്തയോടെ പാലിക്കാതെ ഇത് കിട്ടില്ല. ഇത് അല്ലാതെ പഠിച്ചെടുക്കാൻ പറ്റും. എന്നോടെല്ലാം ചോദിക്കും, അച്ഛൻ ഇത് പഠിച്ചെടുക്കും. ഞാൻ എനിക്കും പഠിച്ചെടുത്തിട്ടില്ല. ഒരു ക്ലാസ്സിൽ ഇങ്ങനെയുള്ളത്. പക്ഷേ വചനം പഠിച്ചു, വചനം ഹൃദയം സംഭരിക്കാൻ നോക്കി. ഭൂവാലകരെ നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കമെന്നിയെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ. കളങ്കമില്ലാതെ വേറെ ലക്ഷ്യമൊന്നും കൂടാതെ കർത്താവിനെ ധ്യാനിക്കണം. കാശിനും പണത്തിനും വീടിനും വേണ്ടി സ്നേഹിക്കരുത്. നിങ്ങൾ സത്യം തന്നതായിട്ടൊരു കാര്യം പറയട്ടെ. 95 പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയ ശേഷം 25 വർഷമായി ഞാൻ പ്രസലോഷ് ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടില്ല. പ്രസലോഷ് ഒരു കാര്യം. എനിക്ക് നല്ല മാരക രോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചില്ല, സൗഖ്യം തരണോ ചോദിച്ചിട്ടില്ല. കാരണം കല്ലുകളെ അപ്പമാക്കാൻ അല്ലെങ്കിൽ അപ്പമാക്കാൻ പറയുന്നത് പിശാച. നിനക്ക് കിട്ടിയ വരം നിനക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറയുന്നത് പിശാച. അതൊരിക്കലും ഈശോ ചെയ്യുന്നില്ല. അപ്പം പിന്നെ എന്താണോ സഹനം, സഫറിങ് എടുക്കുകയാണ്. അപ്പോൾ കളങ്കം എന്നെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കണം. നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുകയും കിട്ടുകയുള്ളൂ. നിഷ്കളത്തരത്തെ വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകരുത്. ഞങ്ങളുടെയൊക്കെ കൂട്ടായ്മയിലൊക്കെ ഒത്തിരി പേരിങ്ങനെ വരുമ്പോൾ ചില വചനം വെച്ചാൽ ഞങ്ങൾക്ക് അച്ഛനെ കിട്ടും, അഭിഷേകം കിട്ടും. ഒരിക്കൽ ഞാൻ ഒരു ഇൻ്റർനാഷണൽ മിനിസ്ട്രിക്ക് പോകുമ്പോഴാണ് ഒരാളെന്നെ വിളിച്ചു, അച്ഛൻ ഞങ്ങൾക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം തരാമോ? എന്തിനാണോ പിശാചിനെ ബഹിഷ്കരിക്കുന്നത്? പ്രസലോഷ് ഞാൻ പറയാം, നിങ്ങൾ തന്നെ അങ്ങ് ട്രെയിൻ ചെയ്തോ, ഞാൻ വരുന്നില്ല. പ്രസലോഷ് ഞാൻ ഇത് ട്രെയിനിങ് ഒന്നുമില്ല. ഇത് ട്രെയിനിങ്, എനിക്കാരും ട്രെയിനിങ് തന്നില്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണിത്. ഒരിക്കലൊരു മനുഷ്യൻ, നല്ലൊരു വിശുദ്ധനായൊരു മനുഷ്യൻ, കേരളത്തിന് പുറത്തൊരു പ്രയർ ഗ്രൂപ്പിൽ പോയി. അവിടെ ഈ പ്രയർ ഗ്രൂപ്പ് വെച്ചാൽ ഭയങ്കര പ്രയർ ഗ്രൂപ്പാണ്. വെച്ചാൽ സ്ട്രോങ്, ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര അടയാളവും എല്ലാ സംഭവമുണ്ട്. ഒരു ഗ്രൂപ്പിൽ പോലും ഇല്ലാത്തടത്ത അടയാളങ്ങൾ. പക്ഷെ അത് അപകടം പിടിച്ച ഗ്രൂപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രസലോഷ് പക്ഷെ പുണ്യം കൂടാൻ വേണ്ടി പുണ്യപ്പെട്ട മനുഷ്യൻ അവിടെ പോയി. പ്രസലോഷ് ചെന്ന് സംഭവിച്ച കാര്യം അവിടെ പോയി. ഈ ആൾ, അതിൻ്റെ മെയിൻ ആൾ, ആരെന്താ പേരോ വിട്ടുവരും ഞാൻ പറയില്ല, തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം അതിനുശേഷം ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് വരും. എൻ്റെ അച്ഛോ, ആൾ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച പിന്നെ എനിക്ക് എൻ്റെ സ്വഭാവം മുഴുവൻ മാറി. പ്രസലോഷ് സ്വഭാവം മുഴുവൻ മാറി വെച്ചാൽ ജഡികാസക്തി ഭയങ്കരമായിട്ട് കൂട്ടി. ഞങ്ങൾ പറയാച്ചാൽ ബസ്സിൽ കയറുമ്പോൾ പോലെ അടുത്തുള്ള ആളിനെ കാണുമ്പോൾ കയറി പിടിക്കാൻ തോന്നും. അവിടെ ഈ ആളിങ്ങനെ പറഞ്ഞു, എൻ്റെ പുള്ളിയുടെ തലയ്ക്ക് വെച്ചപ്പോൾ വലിയ അടയാളമൊക്കെ ഉണ്ട്. സ്പിരിറ്റ് മാറും.
ഞാൻ ഒറ്റ കാര്യത്തിലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഈ 15-25 വർഷം എൻ്റെ തലയിൽ കൈവച്ചുള്ള പ്രാർത്ഥന. പ്രസലോഷ് അതെൻ്റെ മെത്രാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിനോട് പറയണം. പ്രസലോഷ് വേറെ ഒരിടത്തൊന്നും ഇന്നേ വരെ എൻ്റെ തലയിൽ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ തൊട്ടിട്ടില്ല ആരും, തൊടുകയില്ല. കാരണം എനിക്ക് ജ്ഞാനം കിട്ടിയപ്പോൾ മനസ്സിലായി കൃപ വരുന്ന വഴി അപകടങ്ങൾ കിട്ടും. പരിശുദ്ധ അമ്മയ്ക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ പോകുന്ന പോക്ക് വേറൊരു പോക്ക്, നമ്മൾ പോകുന്ന പോലല്ല. യേശുവേ സ്തുതിക്ക് സ്തുതിക്ക് സ്തുതിക്ക്. അല്ലെങ്കിൽ വരുന്ന ഇപ്പം അവൻ്റെ വീട്ടിലെ രോഗരൂപയുടെയെല്ലാം നിനക്കുണ്ടാകും. പ്രസലോഷ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്, സ്പ്രെഡ് ചെയ്യും. തമാശ ഓക്കെ, നമ്മൾ മക്കൾ മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അഭിഷേക പ്രാർത്ഥനയെക്കുറിച്ച്. പ്രസലോഷ് ചില സ്നേഹം കൊണ്ട് മക്കളെ നിന്നെ അനുഗ്രഹിക്കുന്നു, അമ്മനെ അനുഗ്രഹിച്ചു, അപ്പാവ് അനുഗ്രഹിച്ചു, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രസലോഷ് പ്രസലോഷ് ഹല്ലേലൂയ. യേശുവേ സ്തുതിക്ക് സ്തുതിക്ക് സ്തുതിക്കുന്നത്. വൈദികർ ആശീർവാദം തോന്നുന്നു, ഗ്രേസാണ്. കാരണം സഭയെ അധികാരം കൊടുത്തതുകൊണ്ടാണ് അവർ ചെയ്തത്, അല്ല ചെയ്യത്തില്ല. പ്രസലോഷ് എത്രയോ വിശുദ്ധരായ പേര് അവർ പോലും ചില കാര്യങ്ങളെയും പ്രാർത്ഥനയൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ അവർ പണ്ടൊരു ശ്രദ്ധിച്ചവർ ചെറിയ ഒരു പള്ളിയിൽ പോയി ഒരു വിശുദ്ധ വസ്ത്രമൊക്കെ ഇട്ട് എന്നിട്ടാണ് ഒരാളുടെ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. കാരണം അത്ര ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ബിക്കോസ് ദേ നോ വാട്ട് ഈസ് ഇറ്റ്. ജ്ഞാനമില്ലാത്തവൻ നശിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. ദോസ് ഹു ഡോണ്ട് ഹാവ് ദി വിസ്ഡം മേ പെരിഷ്. കളങ്കതയോടെ കർത്താവിനെ അന്വേഷിക്കുക. അവിടുത്തെ പരീക്ഷിക്കാത്തവൻ അവിടുത്തെ കണ്ടത്. ഈ പരീക്ഷിക്കരുത്. ഞങ്ങളുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കും, പരീക്ഷണയ്ക്കാൻ വേണ്ടി വന്നേക്കരുത്. ഒന്നും കിട്ടില്ല, ഒറ്റ അക്ഷരം കിട്ടില്ല. കർത്താവിനെ പരീക്ഷിക്കാൻ ചെല്ലുന്നതാണ് കർത്താവ് നേരത്തെ തരും. പിന്നെ അവനൊരു അനുഗ്രഹം പോയിട്ട് ഉള്ള വാതിലും കൂടെ ഉള്ള ഗ്രേസും കൂടെ അതോടെ അവൻ്റെ ബ്ലോക്കായി പോകും. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടെ തന്നെ വെളിപ്പെടുത്തുന്നു. പ്രശ്നം അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക്, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുള്ളൂ. എന്താ കാര്യമൊന്നും അല്ല, വെളിപ്പെടുത്തി കൊടുക്കൊന്നുമില്ല. അല്ല ഈശോ പറഞ്ഞത് പുറമേ ഉള്ളവരുടെ ഉപമകളിലൂടെ നിങ്ങളോട് ഞാൻ അതിൻ്റെ രഹസ്യം പറയുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞല്ലേ, അതായത് ലുക്ക 8:10, 10, 12 വചനം വായിക്കാൻ കാണാൻ പറ്റുമേ. പുറമേ ഉള്ളവർ വചനത്തിൻ്റെ അല്ലേ വിത്ത് ഈശോ എല്ലാം പഠിപ്പിക്കുകയെ വെറുതെ വിതയ്ക്കാൻ പുറപ്പെട്ടു. പക്ഷേ അതിൽ രഹസ്യം പറഞ്ഞത് 12 പേരോട് മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ടവനോട് മാത്രമേ ദൈവം അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുള്ളൂ. നീ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ദൈവം അന്ന് വിശ്വസ്തനാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വെളിപ്പെടുത്തുള്ളൂ, അല്ല വെളിപ്പെടുത്തില്ല. ആരെന്തേലും കുത്തി തുറക്കാൻ പോലും കിട്ടും, ഒന്നും മനസ്സിലാകത്തില്ല. കൈയടിച്ച് കത്താന്ന് പറഞ്ഞ് യേശുവേ സ്തുതിക്ക് സ്തുതിക്കും. 2 കരം എടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ഭയങ്കര കടം കയറി തകർന്ന് മക്കൾ നാശം, മരണം, ആത്മഹത്യ എല്ലാം കൊണ്ട് തീർന്നൊരു കുടുംബം എൻ്റെ അടുത്ത് വന്നേ. എന്ത് ചെയ്യണമെന്ന് അവരങ്ങ് വിഷമിച്ചോ വാസ. അപ്പോൾ ഈശോ പെട്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് പേടി വരും. ഞാൻ എന്തുണ്ട് പേരുകളോ. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ കാരണവന്മാരാണ്, ഗ്രാൻഡ് പേരൻസിൻ്റെ പേര്. അപ്പം എന്നോട് അമ്മ പെട്ടെന്ന് പറഞ്ഞു, അവരോട് പറയും ഒരു 7 കുർബാന ചൊല്ലാൻ പറയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു 7 കുർബാന ചൊല്ലിട്ട് പോവാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എനിക്കറിയണം. 7 കുർബാന കഴിയുമ്പോൾ പ്രശ്നം തീർന്നു. കർത്താവിൻ്റെ അപ്പം ജ്ഞാനം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. ജ്ഞാനം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. അത് ജ്ഞാനത്തിന് അത് ദൈവത്തോട് കൂടുന്ന മാത്രമേ കിട്ടുള്ളൂ എന്നാണ് ബൈബിൾ. ദൈവത്തോട് ഒത്തുചരിക്കുന്നതാണ് ഈ വിസ്ഡം. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി, ദൈവഭക്തി. ഈ പ്രഭാഷകനെ പഠിച്ച് സിറഖ് അത് പറയുന്നുണ്ട്. അത് എഴുതിയത് തന്നെ ആരാന്ന് ഈ രസമാണ്. അതായത് യേശു ഒരു പേരാണ് പറയുന്നത്. യേശു എന്ന് പേരുള്ള ഒരാളെന്ന് പറയും. വായിച്ച് കേൾപ്പിക്കാം. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മൾ ദൈവവചനത്തിൻ്റെ വില അതൊക്കെ തുറന്ന് ഈ വചനമാണ് നിധിയെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. അത് തന്നെ ഗ്രേസാണ്. ദൈവവചനത്തിൽ നിധികൾ ഇരിപ്പുണ്ടെന്ന് നമുക്ക് ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കൈയടിച്ച് കത്താന്ന് പറഞ്ഞേ ഉച്ചത്തിൽ. ആമേൻ. വീണ്ടും അച്ഛനും വചനത്തിലേക്ക് പോവുക, കേട്ടോളൂ. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടെ തന്നെ വെളിപ്പെടുന്നു. കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. കുടിലബുദ്ധി, വക്രബുദ്ധി. ഇപ്പം പ്രാർത്ഥനയ്ക്ക് മേടിക്കാനൊക്കെ കുടിലബുദ്ധി കാണിക്കും, അപ്പോഴേ പരിപാടി തീർന്നു. കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു.
അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കും, അടി കിട്ടും. ദൈവശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാരാണ് ദൈവശക്തിയെ പരീക്ഷിക്കുകയുള്ളൂ. അപ്പോൾ അവർ ശാസിക്കപ്പെടും. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല. ഇറ്റ്സ് റിട്ടൺ ഇൻ ദ ബൈബിൾ. വൺ ഹു ഈസ് ടുഡേ വി സീ എവ്രിവെയർ സ്പിരിറ്റ് ഓഫ് ഹിപ്പോക്രസി, അതായത് കപട ഹൃദയം, കാപട്യം ഉണ്ട്. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല. അത് വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് വരുന്നവനൊന്നും കിട്ടത്തില്ല. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് വരുന്നവന് മാത്രമേ ദൈവിക ജ്ഞാനം കിട്ടുള്ളൂ. അവന് മാത്രമേ ഡിസേൺമെൻറ്റ് കിട്ടുള്ളൂ. കപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കില്ല. പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കുകയുമില്ല. ഇറ്റ് വോണ്ട് സ്റ്റേ ഇൻസൈഡ് ഓഫ് എ പേഴ്സൺ who is with lot of sins committed or addicted to sin. അപ്പോൾ ഈ പാപത്തിനൊക്കെ അടിമപ്പെട്ട ശരീരത്തിൽ ഇറ്റ് വോണ്ട്, അവിടെ നിൽക്കില്ല, അത് പ്രവർത്തിക്കില്ല, ജ്ഞാനം കിട്ടില്ല. അവിടെ പാപത്തിൻ്റെ അടിമത്വം കിട്ടത്തില്ല. പണം, സെക്സ്, മാദ്യം ഒക്കെ ഈ ജ്ഞാനം കിട്ടില്ല. ജ്ഞാനം കിട്ടാത്തതുണ്ട്. സ്വന്തം മിടുക്കന്മാരും നമ്മൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവരൊക്കെ വലിയ ആളായി തരും. ഒന്നും ഒരിടത്തെത്തിയില്ല. കഴിയുമ്പം വേറൊരു രൂപത്തിലും പാപത്തിലും ഇങ്ങനെ വഴിയിലൂടെ നടക്കുന്നത് കാണാം. ബിക്കോസ് സിന്നിനകത്തിരിക്കുന്നതുകൊണ്ട് ദേ ആർ നോട്ട് ഏബിൾ ടു റിസീവ് ദറ്റ് ഗ്രേസ് ഫ്രം എബോവ്. അപ്പം അതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പം നമുക്കിവിടെ വേണ്ടത് പാപത്തിനടിമയായ ശരീരത്തിൽ അത് വസിക്കില്ല, കപട ഹൃദയത്തിൽ അത് എൻ്റർ ചെയ്യത്തില്ല. അവിടെ വെറുതെ അടയാളം കാണുമ്പോൾ പറ്റും നമ്മൾ പറയും ഈ സംഭവം വേറെയാ, ഓടിക്കോളം പറയും പ്രസലോഷൻ, ഓടിക്കോളം നമ്മൾ പറയും പ്രസലോഷൻ. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധവും സുശിക്ഷിതവുമായ വഞ്ചനയിൽ നിന്ന് ഓടിയകൾ, വഞ്ചന നുണ പറയുന്നു, വഞ്ചിക്കും, മറ്റുള്ള ചതിക്കുന്നു, അന്ന് ഓടിയകൾ. ഈ പരിശുദ്ധ ഈ വഞ്ചിക്കുന്ന, ചതിക്കുന്ന, മറ്റുള്ള ചതിക്കുന്ന, കള്ളം പറയുന്ന, നുണ പറയുന്നു. യോഹന്നാൻ 8:44 നുണ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. എല്ലാവരും പരദൂഷണമൊക്കെ പറയും, എല്ലാവരും കുറിച്ച്. അവിടുത്തെ കാര്യം ഇവിടെ, ഇവിടുത്തെ കാര്യം അവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തും ഒക്കെ എല്ലാം കോമ്പറ്റീഷനും കമ്പാരിറ്റീവ് സ്റ്റഡി ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് അടുത്ത് പോലും ചെല്ലിയലെന്നാണ് ബൈബിൾ എഴുതിക്കുന്നത്. ജ്ഞാനം ചെല്ലിയൽ, അതായത് പറയുകയാണ് വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു. മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു. അനീതിയുടെ സാമീപ്യത്തിൽ അത് ലജ്ജിക്കുന്നു. ഇൻജസ്റ്റിസ് കാണിക്കുന്ന ആൾ മക്കളോട് അനീതി കാണിക്കുന്നു, ഭാര്യയോട് അനീതി, ഭർത്താവിനോട് അനീതി, മക്കളോട് സഭയോട് അനീതി കാണിക്കുന്നു. അങ്ങനെ ആത്മാവ് പ്രവർത്തിക്കില്ല, അവിടെ ലജ്ജിക്കുന്നു, നിൽക്കില്ലെന്ന്. ഈ ജ്ഞാനം നിൽക്കില്ല. പണക്കൊതിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് 1 തിമോത്തി 6:10 ധനമോഹത്തെ കഴി നിൽക്കുന്നവരും ഒറ്റുകൊണ്ട് ഈ ജ്ഞാനം കിട്ടില്ല. അപ്പോൾ അവർ ബിസിനസ്സൊക്കെ തുടങ്ങും, മൊത്തം പൊട്ടി തകർന്ന് വേറെ വഴിക്ക് കുറച്ച് ഈ ജ്ഞാനം കിട്ടില്ല. അവർക്ക് ജ്ഞാനമില്ല, വിസ്ഡമില്ല. അതുകൊണ്ട് മൊത്തം എല്ലാം പണി, അവസാനം വിറ്റും തകർത്തും നാട് വിട്ടും ഒക്കെ പോവേ, എല്ലാത്തിനും ഭയങ്കര ആഘോഷം. ചില വലിയ ആഘോഷമൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ ഈ എൻ്റെ പൗരോഹിത്യ അന്ന് എനിക്ക് ഈശോയുടെ ഈ ജ്ഞാനം കിട്ടും. അപ്പോൾ ഈശോനെ പറഞ്ഞു ഈ അതായത് ഫോട്ടോ ഒന്നും എടുക്കരുത്, ഫോട്ടോ എടുക്കണ്ട, വീഡിയോസൊന്നും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. കാരണം വെച്ചാൽ ഈശോ പറഞ്ഞു നീ അവിടെ പോയിട്ട് വേറൊന്നും കാരണം വേറെ ഡിസ്റ്റർബൻസ് വരും. കാരണം വെച്ചാൽ അഭിഷേകം കിട്ടുന്ന സമയത്ത് മെത്രാൻ തലേ കവിച്ച് വെക്കുമ്പോൾ പൗരോഹിത്യം തരുമ്പോൾ ആ കൃപ മുഴുവൻ നിനക്ക് കിട്ടും. അത് സ്വന്തമാക്കണേ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് വേറെ ഒരു ഡിസ്റ്റർബൻസ് ആരെയും എടുത്തേക്കരുത്. ബി അലോൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് ഗെറ്റ് ദാറ്റ് ബ്ലെസ്സിങ്. അപ്പം ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷെ ഞാനത് മാറിയില്ല. പിന്നീട് ചെറിയ പ്രശ്നമൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ കോൺസെൻട്രേറ്റ് കാണിച്ചാൽ ആ അത് മെത്രാൻ്റെ കരങ്ങളിലൂടെ അപ്പസ്തോലിക അധികാരം കൃപ നമ്മളിലേക്ക് പകരുന്നൊരു സമയമാണ്. അത് തിരിച്ചറിയാൻ പറ്റും ജ്ഞാനമുണ്ടെങ്കിൽ. വിവാഹം എന്ന് കൂതാശാനക്കും അവിടെ ഒരു ഗ്രേസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഗ്രേസാണ് കിട്ടേണ്ടത്, അല്ല വേറെ ഒന്നുമല്ല കിട്ടേണ്ടത്. ആ ഗ്രേസ് കിട്ടാതെ വേറെ എന്ത് കിട്ടും? ആ ജ്ഞാനമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ പലതിനും പറയും. ആഘോഷവും പാട്ടും തീറ്റയും കുടിയും വാഹളവും വേഷവും ഒക്കെ വസ്ത്രവും ഇതെല്ലാം അഭിനയം മുന്നോട്ട് പോകില്ല. കാരണം ഗ്രേസ് കിട്ടുന്നില്ല. ഗ്രേസ് ജ്ഞാനമില്ലാത്ത മണ്ടത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനമില്ലാത്ത മണ്ടത്തരം കാണിക്കും. ആ മണ്ടത്തരം ഏറ്റു ചെല്ലാനും കുറേ പേര് കാണും. അതൊക്കെ ശരിയെന്ന് ഓർത്തുകൊണ്ട് അതിൻ്റെ പുറകെ നടക്കും. യേശുവേ സ്തുതിക്ക് 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 സ്തുതിക്കുന്നത്. ഈ കൂട്ടായ്മ ഭാഗ്യമുള്ള കൂട്ടായ്മ കേട്ടോ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് കർത്താവിനെ പരിഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്ക് 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 സ്തുതിക്ക്. എനിക്ക് തോന്നുന്നത് നിങ്ങളെനിക്കൂടെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആത്മാവ് എനിക്കിതെല്ലാം തുറന്നു തരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലായിടത്തും ഞാൻ കൊടുക്കാറില്ല, ഒരിടത്തും കൊടുക്കാറില്ല. പ്രൈസ് ദി ലോർഡ്.
എന്നെ കൊടുക്കാൻ എനിക്ക് അനുവാദമില്ല. എന്തോ ഇത് കർത്താവിൻ്റെ ഹൃദയം നിറഞ്ഞ കൂട്ടായ്മയാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞു, ജ്ഞാനം കരുണാമയമാണ്. സോ മേഴ്സിഫുൾ, കരുണ കാണിക്കും. എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല. പരിശുദ്ധാത്മാവിനെ സംസാരിച്ച് വെറുതെ വിടില്ല. അതല്ല ഈശോയ്ക്ക് പിശാചിനെ അപേക്ഷിക്കുന്ന ഒരു ഇവൻ പിശാചിൻ്റെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ അപേക്ഷിച്ചത്. ഉടനെ ഈശോ പറഞ്ഞു, മനുഷ്യപുത്രനെതിരെ പറഞ്ഞാൽ ക്ഷമിക്കപ്പെടും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടില്ല. ഈ യുഗത്തിലോ വരാൻ പോകുന്ന യുഗത്തിലോ ജ്ഞാനത്തിനറിയാം പരിശുദ്ധാത്മാവിനെ തൊട്ടില്ലത് മിണ്ടില്ല, ഭയങ്കര ശ്രദ്ധിച്ച നീങ്ങുള്ളൂ. സർവ്വത്തിൽ പറഞ്ഞ യേശുവെ ആരാധന. ശരിക്കും ജെറുസലേം ദേവാലയം തകർന്നു പോകാൻ കാരണം ഒറ്റ കാരണം, ഈശോയെ അവർ പുറത്താക്കി. ജ്ഞാനത്തെ ഈശോയെ പുറത്താക്കിയ പിന്നെ എവരുടെ എന്നാ സമ്പന്നന്മാരായിരുന്നു ഇസ്രായേൽക്കാരെന്നറിയോ? എന്ത് റിച്ചായിരുന്നറിയോ? ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ജെറുസലേം ദേവാലയം പോലെ ദേവാലയം ഭൂമിയിൽ ഇന്നവരും ഉണ്ടാക്കിയിട്ടില്ലവർ, ഒരു ദേവാലയം. അപ്പം അതിൻ്റെ ഓരോ കല്ലുകളുടെ ഇടയിൽ സ്വർണം കൊണ്ടുള്ള തകിടുകൾ വെച്ചിരുന്നവർ. അത് സ്ട്രോങ് ബിൽഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമതിൽ ഇപ്പോഴും നമ്മൾക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ ചുറ്റുമതിലിൻ്റെ 1 ഏക്കർ 27 സെൻറ്റ് സ്ഥലമുണ്ട്, ഈ മൗണിങ് വാൾ എന്ന് പറയുന്നത്. അത് ദേവാലയം മുഴുവൻ തകർന്നു പോയി. ശരിക്കും തകർച്ച ആരംഭിക്കുന്നവർ ജ്ഞാനം ഇല്ലാതെ പോയി. ഈശോയെ അവർ വലിയ പണമാണല്ലോ അത്, ഈശോയ്ക്ക് വല്ല സ്ഥാനം കൊടുക്കും, അവർ പുറത്താക്കി. പക്ഷെ ജ്ഞാനം പെട്ടെന്ന് തകർന്നു പോകും. അതുകൊണ്ട് പല കുടുംബങ്ങളും വ്യക്തികളൊക്കെ തകരുന്നതിന് കാരണം ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. കാര്യവർക്കല്ല പ്രാർത്ഥനകളും പള്ളിപ്പോക്കും വരവൊക്കെ ഉണ്ട്, പക്ഷേ ഈശോയുടെ വചനത്തെയോ പുറന്തള്ളിയിട്ടുണ്ട്. ആരെങ്കിലും അവിടെ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഈശോയെ സുവിശേഷത്തെ പുറന്തള്ളിയിട്ടുണ്ട്. കത്തോലിക്ക സഭയൊക്കെ ജ്ഞാനം കേട്ടോ. ഈ ഭൂമിയിൽ ഭാഗ്യമാണ് ഒരു കത്തോലിക്കനായിട്ട് ജനിച്ചതും വളർന്നതും എന്നുള്ള കാര്യം ഓർത്തുന്ന ഈ ദൈവത്തെ ഇത് ഭയങ്കര ഗ്രേസാണിത്, ജ്ഞാനമാണിത്. ബി പ്രൗഡ് ഓഫ് ദാറ്റ്, ബി ഹാപ്പി. ദൈവം നന്ദി, സൗജന്യമായി കിട്ടിയതാണ്, നമ്മൾ ചോദിച്ച് കിട്ടിയൊന്നുമല്ല. നമുക്ക് ദൈവം ദാനമായിട്ട് തന്നാണ് ഈ വിളി തന്നെ. നമ്മുടെ മാതാപിതാക്കൾ ഉപയോഗിക്കുന്നതിലും 90% ആൾക്കാരുടെ പേരൻസ് മാതാപിതാക്കളായിരുന്നു. അവർ പേരൻസ് കാത്തലിക് ക്രിസ്ത്യൻസ്. സോ ദാറ്റ് ദേ ഓൾസോ ബിക്കെയിം ക്രിസ്ത്യൻ കാത്തലിക് ക്രിസ്ത്യൻസ്. നമുക്ക് ദാനമായിട്ട് കിട്ടിയ വിളിയാണ്. എനിക്ക് കിട്ടിയ ദാനമാണ്. അപ്പം അതൊക്കെ ദൈവം നന്ദി പറയണം. ഞാനുള്ളൊക്കെ മനസ്സിലാവും. അവിടെ വിലയില്ലാത്തതിന് വില കൊടുക്കും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരിക്കലും എനിക്കറിയാവുന്ന ഹൈറേഞ്ച് മേഖല മനുഷ്യനും വലിയ പാവപ്പെട്ട നല്ല മനുഷ്യനാണ്. പുള്ളി കള്ളത്തരമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളിയുടെ ബിസിനസ് മേഖല തരിപ്പണമായി കേസ് വന്ന് എനിക്ക് തോന്നുന്നത് വലിയ ഹൈ ലെവലിൽ അന്വേഷണം വന്ന് നിൽക്കുന്ന സമയം CBIയുടെ പ്രത്യേകമായ അന്വേഷണത്തിലേക്ക് വന്ന് നിന്ന് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ പോകും. പക്ഷെ ആ മനുഷ്യൻ്റെ കാലം ഒന്ന് വീണ്ടും, അച്ഛാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ലോകത്തിൽ ആരും വിശ്വസിക്കില്ല, അച്ഛനെ വിശ്വസിക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്തിങ്ങനെ. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ല, അച്ഛൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വഴി തരണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു തൂങ്ങപ്പെട്ട രൂപമുണ്ട്. പല കുരിശ് രൂപങ്ങൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന കുരിശ് അതെടുത്തിട്ട് ഞാൻ വിചാരിച്ചു, ഇത് കയ്യിൽ പോക്കറ്റിൽ നിന്ന് കളഞ്ഞേക്കരുത്, ഇത് പെട്ടിക്കകത്ത് വെച്ചേക്കണം, പൊക്കോളാൻ പറഞ്ഞു. ആ മനുഷ്യന്, എൻ്റെ മക്കളെ, ആ മനുഷ്യൻ ചെയ്ത കാര്യം ചെയ്ത് കൊണ്ടുപോയി പോക്കറ്റ് വെച്ച് പരിപാടി തുടങ്ങി. പ്രസലോഷ് ഈ വന്ന ശത്രുക്കൾ മുഴുവൻ തിരിച്ചുപോയി. പ്രസലോഷ് ഈ മനുഷ്യൻ പിടിച്ചു മൊത്തം ഒറ്റ ചെറിയ പോറൽ പോലും വന്നില്ല. വിസ്ഡം എന്നത് വിസ്ഡം തന്നെയാണ്, അതിന് വേറെ പേരിൽ വിളിക്കാൻ പറ്റില്ല. പ്രസലോഷ് വിസ്ഡം എപ്പോഴും ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. പ്രസലോഷ്